ചൂട് ചായക്കൊപ്പം ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിങ്ങോട് കൂടിയ ഈ പലഹാരം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഔട്ടർ കവറാണ് ഉണ്ടാക്കിയെടുക്കുവാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസ് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ ഒരു കപ്പിന് 1.5 കപ്പോളം നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 കപ്പ് നമ്മൾ ഏത് കപ്പിനാണോ ഒഴിക്കുന്നത് ആ കപ്പ് വേണം നമ്മൾക്ക് ഇനി പൊടിയെടുക്കുവാനായിട്ടും എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കപ്പിന് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. വീണ്ടും അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുകയാണ്. വീണ്ടും അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച കപ്പിന് തന്നെ ഒരു 1/4 കപ്പോളം റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ റവ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് നമുക്ക് നമ്മളുടെ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ ഇളക്കി ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ റവ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ ഇളക്കി നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മളുടെ റവ ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ആ മീഡിയം ഫ്ലെയിമിലിട്ട് ആ പാനിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നിരത്തി കൊടുക്കാം. അതവിടെ ഇരുന്നൊന്ന് ആറി കിട്ടണം. നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതവിടെ ഇരുന്ന് ആറട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമ്മൾക്ക് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ ഉടച്ച് ഇതുപോലെ കഷ്ണങ്ങളൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് ഒരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ഗ്യാസ് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തു. നമ്മളുടെ കടുകും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകും ജീരകവും ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കി
യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളി. നമ്മൾ കിഴങ്ങിലേക്കാണല്ലോ ഇടാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഞാനൊരു 6 വെളുത്തുള്ളിയോളം നന്നായിട്ട് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവോളയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ നമുക്ക് മാറി കിട്ടണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയം എണ്ണ വേണമെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിന് ശേഷം അതിലേക്ക് 1 പിടി മല്ലി ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ നമ്മൾക്ക് ആ മസാല നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആ കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളുടെ മസാലകൾ ആ കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒട്ടും നമ്മൾ ചേർക്കരുത്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ മസാല ഇരിക്കണം. അതിനായിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾക്ക്. അപ്പം ഞാൻ നന്നായിട്ട് ആ മസാല നന്നായിട്ട് ആ കിഴങ്ങിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ ആറാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ റവ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആകുവാണെങ്കിൽ നമ്മൾക്ക് ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം വെച്ച് കൈയൊന്ന് മുക്കി ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളമോ അല്ലെങ്കിൽ എണ്ണ കുറച്ച് കയ്യിൽ തൂകിയാലും മതി. ഞാൻ വെള്ളം കൊണ്ടാണ് കുഴച്ച് നല്ല ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാൻ എണ്ണയും നെയ്യും ഒക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യോ എണ്ണയോ ഒക്കെ നന്നായിട്ട് ഒഴിച്ച് ഇതുപോലെയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇപ്പം മുതിർന്നവർക്കൊക്കെ ആകുമ്പോൾ എണ്ണയും നെയ്യും ഒക്കെ കുറഞ്ഞിരിക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ചു. 8 ഉരുളകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ നേരത്തെ മസാല നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒരു 8 ഭാഗമായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഏകദേശം 8 ഭാഗമായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. കാരണം എല്ലായിടത്തും നമുക്ക് ഒരുപോലെ മസാല ചെല്ലണം. അതുകൊണ്ട് തന്നെ 8 പീസിലും മസാല ചെല്ലുമ്പോഴേ ഒരുപോലെ ചെല്ലണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ മസാലയും ഇതുപോലെ തന്നെ 8 ഭാഗമായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ആ പൊടി നമ്മൾ ഉരുട്ടി എടുത്തതുപോലെ തന്നെ ആ മസാലയും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തു. 8 പീസായിട്ട് അതും വെച്ചു. ഇനി അതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ റവയുടെ മാവ് അതിൽ നിന്നും ഒരെണ്ണം നമ്മൾക്ക് ഇതുപോലെ എടുത്ത് നന്നായിട്ട് ഒന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാം. നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇങ്ങനെ ഒന്ന് കുഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന മസാല ഒരെണ്ണം എടുത്ത് വെച്ച് നന്നായിട്ട് യോജിപ്പിച്ച് ഉണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ മസാല കാണാത്ത വിധത്തിൽ ആ മാവ് കൊണ്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മസാല കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ മാവ് കൊണ്ടൊന്ന് മറിച്ച് മസാല കാണാത്ത വിധത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടോ ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിലേക്ക് ഓരോ മസാലയും നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മസാല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി യോജിപ്പിച്ച് നമുക്ക് ആ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ആ മസാല ഉള്ളിൽ വെച്ച് ഇതുപോലെ നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവിയിൽ വേവിക്കുന്ന പലഹാരമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പലഹാരം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ വെച്ചാൽ നമുക്ക് ആറിക്കഴിഞ്ഞ് നമ്മൾ എടുത്താൽ അത് പൊട്ടാതെ നമുക്ക് കിട്ടും. വെന്ത് കഴിഞ്ഞ് ആറിക്കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ചൂടോടെ എടുത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് വെന്തു. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. കണ്ടോ എല്ലാം വെന്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇനി അതല്ല കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ല ഒരു കാണാൻ ഒരു കൗതുകമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിൽ നമുക്കുണ്ടാക്കണമെങ്കിൽ ഇതുപോലൊരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില എന്തോരം ഉണ്ടോ അത്ര ഇടുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നീട് ഒരു നാരങ്ങയുടെ പകുതി, ഒരു ടേസ്റ്റിന് വേണ്ട ഒരു നാരങ്ങയുടെ പകുതി ഞാൻ അതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇതിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. കുറച്ചും കൂടിയൊക്കെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ എണ്ണ കുറച്ചാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മളുടെ പലഹാരമെല്ലാം അതിലേക്ക് നിരത്തി വെച്ച് കാശ്മീരി മുളകായതുകൊണ്ട് തന്നെ വലിയ എരിവുണ്ടാകത്തില്ല. നമ്മൾക്ക് ആ കളർ കിട്ടുന്നതാണ് നമ്മളുടെ ഉദ്ദേശം. കണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാ വശത്തും ആ കളർ വരുന്ന വിധത്തിൽ നമുക്ക് കൈകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ വലിയ ചൂടില്ല, നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിക്ക് കൊണ്ട് മറിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഷേപ്പ് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മറിച്ച് ആ
എണ്ണയും ആ മുളകും മല്ലിയിലയും ഒക്കെ അതിൽ പുരണ്ട് വരുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ലുക്കാണല്ലോ, കണ്ടോ? നല്ല ആ മല്ലിയിലയും അതുപോലെ തന്നെ ആ മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ വളരെ ടേസ്റ്റുമാണ്, കാണാനും നല്ല ഒരു ചന്തമാണ് അല്ലേ? ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടോ? അങ്ങനെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് മൊരിച്ചെടുത്തു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്